വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനുള്ളത് തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്തുള്ള തക്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മളൊരു കിഡ്നി സ്പോട്ടിലായിട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിലാണെങ്കിലും അതിന് നിയന്ത്രണം മുഴുവൻ കേരള സർക്കാരിനാണ്. സ്പോട്ടാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഈ നെയിം ബോർഡ് കണ്ടപ്പോൾ തന്നെ സ്പോട്ടാണെന്ന് മിക്കവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ അതാണ് നമ്മുടെ സ്പോട്ട്, പത്മനാഭപുരം പാലസ്. അപ്പോൾ പത്മനാഭപുരം പാലസിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. പത്മനാഭപുരം പാലസ് ആൻഡ് മ്യൂസിയം ഓഫ് ആൻറ്റിക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ ആ മതിൽക്കെട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് മൊത്തം 60 രൂപയായി. മൊബൈൽ ക്യാമറ പ്ലസ് അഡൽട്ട് ചാർജ് മൊത്തം 60 രൂപയായി. അപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം കേട്ടോ. ഇതാണ് എൻട്രൻസ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പോകേണ്ടത്. കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആർക്കിടെക്ചറുണ്ടോ സംഭവം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയി ഓരോരോ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഭയങ്കര തണുപ്പാട്ടോ അതിനകത്ത്. സത്യം പറഞ്ഞാൽ ഒരു ചൂട് നമ്മൾ മറന്നു പോകും. എന്താ പറയുക, ഭയങ്കര കാമൻ ക്വയറ്റ്, ഭയങ്കര തണുത്ത അന്തരീക്ഷം അതിനകത്ത്. കണ്ടില്ലേ, ഇത് ഓരോ സെക്ഷനാട്ടോ. പണ്ടത്തെ സംഭവമല്ലേ. നമുക്കിപ്പോൾ ആ ഒരു സ്റ്റെപ്പുണ്ട്, ഏണി വഴി കയറി പോകണ്ട. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് ഏണി വഴി കയറി പോകേണ്ട. ഇവിടെ നമുക്ക് തലയിടിക്കുന്നുള്ളൂ, അത്യാവശ്യം ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്കതിന് മേലോട്ട് പോവാം. പണ്ട് പണിതല്ലേ, നല്ല ഫീലാട്ടോ സംഭവം. ഇത് രാജാവിൻ്റെ ഒരു മീറ്റിംഗ് കൂടുന്നൊരു സെറ്റപ്പാണത്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. നല്ല സംഭവം കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്നിരിക്കണം. ഇതിൻ്റെ എന്താ പറയുക, മിക്ക ആർട്ടിസ്റ്റും ഇങ്ങനെ എടുത്തില്ല. പണ്ടത്തെ പുരാതനമായ ആർട്ടിസ്റ്റാണ് കൂടുതലൂടെ കാണുന്നത്. അപ്പോൾ ഈ വഴി നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം. ഇവിടെ കണ്ടില്ല, ഇതൊരു ഹാൾ ഏരിയ പോലത്തെ സംഭവമാണ്. അപ്പോൾ നമ്മുടെ പത്മനാഭപുരം പാലസ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ബിഗ്ഗസ്റ്റ് പാലസാണ് കേട്ടോ. അതായത് വുഡൻ പാലസ്, ബിഗ്ഗസ്റ്റ് വുഡൻ പാലസാണ്. എന്താ പറയുക, ഭയങ്കര സംഭവം കേട്ടോ. നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല, ഇത് ശരിക്കും വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്താ പറയുക, ഇത്രയും സമാധാനമായൊരു അന്തരീക്ഷം അതിനകത്തുണ്ട് കേട്ടോ, ഈ പ്രത്യേകിച്ച് ഈ ഹാളിനകത്ത്. നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. കണ്ടില്ലേ, ഓരോ ഏരിയയും ഓരോ രീതിയിൽ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ കണ്ടില്ലേ, ഭയങ്കര ഡിസൈനിങ് കണ്ട സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഏരിയ. അപ്പോൾ നമ്മൾ അവിടെ ഭാഗത്തൊക്കെ താഴത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. സ്റ്റെപ്പ് ഇറങ്ങിയടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ഇത് ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, വേറെ ലെവൽ സംഭവമാണ് അത്. ഇവിടെ പൂന്തോട്ടമൊക്കെ ഉണ്ടതാ. നമുക്ക് ഈ വഴി മുന്നോട്ടേക്ക് പോവാം. വെൽ മെയിൻറ്റൈൻഡ് ആട്ടോ, എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു മെയിൻ്റനൻസ് ഇവിടെ ഉണ്ട്. മെയിൻ്റനൻസിൻ്റെ നല്ല രീതിയിലൊക്കെ കാണാം. നല്ല രീതിയിൽ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല ആ ബിൽഡിങ്ങിൻ്റെ പൊസിഷനാണ്. ഇതിനകത്ത് എന്തൊരു സംഭവം, അത് ഹാള് പോലത്തെ വേറൊരു സെറ്റപ്പാണിതാ. അവിടെ എന്തൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, പിന്നെ നമ്മൾ വഴികൂടെ ഇറങ്ങുകയാണ്. കണ്ടില്ല, ഞാൻ പറഞ്ഞ പോലെ നല്ല മെയിൻ്റനൻസ് അവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോയി ഓരോ കാഴ്ചകൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം കേട്ടോ. ഇനി നല്ല ആർക്കിടെക്ചറാണ്, നല്ല വ്യൂ ആട്ടോ. ആർക്കിടെക്ചറിൻ്റെ വ്യൂ നല്ല കിടിലം വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നിന്നൊക്കെ പോകുന്നു. നമ്മൾ വേറൊരു സംഭവത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. യെസ്, അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറാം. ഇവിടെ ഓരോ ഏരിയ കേട്ടോ സംഭവങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അവിടെ എന്തൊക്കെ ഉണ്ടല്ലോ. ഇത് 4 കെട്ട് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. എന്താ പറയുക, അതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാൻ പോയി. ഇവിടെ എന്താണ്, ഫുൾ ഇരുട്ടാണ് പെട്ടെന്ന് ഇപ്പോൾ ലൈറ്റ് പോയി. ഇവിടെ എന്താ പ്ലീസ് ഡോണ്ട് ടച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താ സംഭവം. അവിടെ ഒന്നുമില്ല. ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ, നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന്. എന്തൊക്കെയാണുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് എന്തോ സംഭവം ഉണ്ടെന്ന് നമുക്ക് കയറി നോക്കാം. പിന്നെ പണ്ടത്തെ പോലത്തെ സ്റ്റെപ്പ് തന്നെ മേലോട്ട് കയറാം. ഇവിടുന്ന് ജനലിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ഉണ്ടാക്കണോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു ഏരിയ ആണ്, ക്ലോസ്ഡാണല്ലോ. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. കട്ടിലുണ്ടോ, ഇത് പണ്ട് നമ്മുടെ രാജാവ് ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ടില്ലേ, ഭയങ്കര സംഭവം കേട്ടോ. അതിൻ്റെ ആ ഒരു വർക്കൊക്കെ കണ്ടില്ലേ, വേറെ ലെവൽ വർക്കാണ്. പണ്ടത്തെ സംഭവമാണെന്ന് ആലോചിക്കണം കേട്ടോ അത്. കണ്ടില്ലേ, വർക്ക് കിടിലം വർക്കാണ്. എനിക്ക് വർക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ. അല്ല, പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകാം കേട്ടോ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ, അടുത്ത കാഴ്ചകൾ എന്താണെന്ന്. അവിടെ നോ എൻട്രി എന്നുള്ളൂ. ഇത് താഴത്തേക്ക് കുളപ്പുരയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പിന്നെ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഊഞ്ഞാൽ പോലത്തെ സംഭവം കേട്ടോ. രാജാവ് കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇവിടെ കണ്ടില്ലേ, ഇത് ഓരോ ചുവർ ചിത്രങ്ങളാണ്.
ഇതാണ് ഇപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ടല്ലോ, സത്തുണ്ടല്ലോ, പഴച്ചാറ് വെച്ച് വരച്ചാണെന്ന് പറയുന്നത്. കണ്ടില്ലേ, അവിടെ ഓരോ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് പോവാം. ഇവിടെ എന്തോ ഉണ്ടല്ലോ, പോയി നോക്കണം എന്താന്ന്. അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. നമ്മൾ ആ ഭാഗത്ത് നിന്നാട്ടോ വന്നേ. ഇവിടെ എന്തോ ഒരു ഇടനാഴി പോലത്തെ ഒരു വഴിയുണ്ടതാ, അത് സ്റ്റെപ്പ് പോലത്തെ വഴിയുണ്ട് കേട്ടോ, കണ്ടില്ലേ. നമ്മളതിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, നമുക്കിനി വേറൊരു ഭാഗമുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എന്താ സംഭവം, എന്തോ ഹാൾ വെച്ച സംഭവം എന്നാണോ, ഇവിടെ ഒന്നും ഇല്ലേ കാണാനായിട്ട്. എന്താ മുന്നോട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാൻ പോയി. ഇത് നമ്മുടെ ആ ഒരു സംഭവമാണ്, ഒരു ഹാളിൻ്റെ ഒരു ഒളിഞ്ഞു നോക്കുന്നൊരു സംഭവമാണ്. പണ്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്ന അടുത്ത രാജാക്കന്മാർ. അപ്പോൾ നമ്മൾ വേറൊരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ല, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, സത്യം പറയുന്നത് അത്ഭുതം തന്നെ ഈ സംഭവം. നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതെന്താണെന്ന് നമ്മളിങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. സംഭവം എൻ്റെ ആർക്കിടെക്ചറൊക്കെ അടിപൊളി കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. അതൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണ്ട കേട്ടോ ഈ സംഭവം. അത്ര വേറെ ലെവൽ സാധനത്തെ രീതിയിൽ അത് പണിത് വെച്ചിരിക്കുന്നത് കണ്ടില്ല. ഓരോ ബിൽഡിങ് ആർക്കിടെക്ചറും ഓരോ സൈഡും ഓരോ രീതിയിലുള്ള ആർക്കിടെക്ചറാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അടിപൊളി. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകാം കേട്ടോ. കണ്ടില്ല, നാട്ടിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇന്നത്തെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു ഡോറ് കാണാൻ നമുക്ക് ഏതൊരു സൈഡിലേക്ക് പോവാണ്. ഇവിടെ എന്തോ ഒരു വഴിയൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ എന്താ പറയുക, ഒരു കബോർഡിലത്തെ സംഭവമാണ് പണ്ടത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. ഇതെന്തൊരു സംഭവം, ഇതൊരു ഹാൾ പോലത്തെ സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയുടെ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോഹൻലാലൊക്കെ ഓടി വരുന്ന ഏരിയ ഉണ്ടല്ലോ, ചായയൊക്കെ തട്ടി എറിയുന്നത്. അപ്പോൾ ഈ വാല ക്രോസ് ചെയ്യുക മോഹൻലാൽ അവിടെ നിന്ന് ഓടി വരുന്നത് ആ ഒരു ഏരിയ ഉണ്ട്. ഇപ്പോഴത് പിടികിട്ടിയത്. ഒരു സംഭവം കൊള്ളാം. ഇവിടെ എന്തൊക്കെ ഉണ്ടല്ലോ, റോയൽ ഓഫീസേഴ്സ്. നമ്മുടെ ഓഫീസർമാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഏരിയ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കണം. അതായത് ഇവിടെ വെച്ചുള്ള രാജാക്കന്മാർ എന്താ പറയുക, വേറെ ഓഫീസർമാർക്കൊക്കെ ആജ്ഞ കൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു ഏരിയ ആണിത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് പോവുകയാണ്. കണ്ടില്ലേ, ഇത് ഓരോ എന്താ പറയുക നമ്മുടെ മെയിൻ രാജാക്കന്മാരാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് ഒരു ഹാർഡ് പോലത്തെ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സിമിലറാണ് കേട്ടോ. നേരത്തെ കണ്ട ഏരിയയിൽ സെയിം ഇൻറ്റീരിയറാണ് ഇതിൻ്റെ. കുറച്ചുകൂടെ എയർ സ്പേസ് ഉണ്ട് കേട്ടോ, എയർ പാസേജ് ഉണ്ട് ഇതിൽ. നമ്മൾ മുന്നോട്ടേക്ക് ഇതുപോലത്തെ ഒരു സ്റ്റെപ്പിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കേണ്ടതാണ്. അത് മേലോട്ട് കയറി നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് പോവാം. സ്റ്റെപ്പൊക്കെ കൊള്ളാം കേട്ടോ, വേറെ ലെവലിൽ അത് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കയറി വരാത്ത നമ്മളിങ്ങനെ ഒരു ഏരിയയിലേക്ക് എത്തും. അങ്ങോട്ടേക്ക് എന്തോ വാതിലൊക്കെ ഉണ്ട്, നേരെ മുന്നോട്ടേക്ക് പോവാം. ടോട്ടൽ അതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം വെറൈറ്റി ആയിട്ടാണ് പണിതേക്കുന്നത്, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. എൻ്റെ ആർക്കിടെക്ചറൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ഓരോ സൈഡിലേക്ക് നടത്തും ഓരോ രീതിയിലത്. നമുക്കിത് എന്താ പറയുക, ഭയങ്കര കൗതുകം തോന്നും നമുക്ക് മുന്നോട്ട് പോകാൻ നേരത്ത്. അമ്മാതിരി രീതിയിൽ അത് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അതിൻ്റെ താഴത്തെ ഡിസൈനിങ് കണ്ടില്ലേ, ആ ജനലിൻ്റെ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡിസൈനിങ്ങൊക്കെ വേറെ ലെവൽ തന്നെ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി അവിടെ ക്യാൻറ്റീൻ ഉണ്ട് ആ ഭാഗത്ത്. നമ്മളങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോവാണ്. നമുക്ക് അടുത്ത കാഴ്ചകൾ എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യണം. നേരെ പോകട്ടെ മുന്നോട്ടേക്ക്. ഇവിടെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. നല്ല മെയിൻ്റനൻസ് ഇവിടുത്തെ. നമുക്ക് മുന്നോട്ടേക്ക് പോയി നമുക്ക് ഓരോ കാഴ്ചകൾ എന്തൊക്കെ നോക്കാം. ഇവിടെ ഒരു ഗ്രില്ല് പോലത്തെ വഴിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ല, ഇവിടുത്തെ മെയിൻ്റനൻസാണ് എടുത്ത് പറയേണ്ടത്. നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരെ ഇങ്ങനെ ഒരു വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ നല്ല ക്ലീനാണ് സംഭവം, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഏരിയ ആണിത്. നമുക്ക് നേരെ മുന്നോട്ടേക്ക് പോവാം. ഇവിടുത്തെ മതിലിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ, പണ്ടത്തെ ഡിസൈനാണ്, പക്ഷേ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ട.
ഇവിടെ നിന്ന് മറ്റേ പണ്ട് കൊല്ലപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണിത്. അതിൻ്റെ ബാക്കി അവിടെ ഉണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു മതിലിൻ്റെ ആ ഒരു കല്ലിൻ്റെ അടുക്കാണെങ്കിലും ആ ഒരു കാണാൻ നല്ല രസമുണ്ട്. കുമ്മായത്തിൻ്റെതാണ് ഇപ്പോൾ പണിഞ്ഞിരിക്കുന്നത്. തടിയും കുമ്മയാണ് ഈ പത്മനാഭൻ പാലസിൻ്റെ മെയിൻ എന്താ പറയുന്നത്. അവിടെ കുളപ്പുരയൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. നേരെ വഴിയാട്ടോ. അത് കിച്ചൺ റൂം കണ്ടില്ലേ, അടുക്കളയാണ് കേട്ടോ, പണ്ടത്തെ അടുക്കളയുടെ ഒരു ഏരിയ ആണത്. എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ടോട്ടലി അതിൻ്റെ സ്ട്രക്ചർ അടിപൊളി, ഒന്നും എടുത്ത് പറയാണ്ട് തന്നെ ഇരിക്കുന്നു. ഓരോ ഏരിയയിലും ഓരോ രീതിയിൽ തന്നെ സ്ട്രക്ചർ എൻ്റെ ഒരു വർക്ക് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ടത് പണിതാണെങ്കിലും സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം കേട്ടോ. ഭയങ്കര എഞ്ചിനീയറിംഗ് ടെക്നിക്ക് അതിൻ്റെ. കണ്ടില്ലേ, ഭയങ്കര ഡിസൈനിങ്ങാണ്. അപ്പോൾ നമ്മളെങ്കിൽ മുന്നോട്ടേക്ക് നടന്ന് ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ നല്ല തണുപ്പാണ് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. ഇങ്ങനൊരു സൈഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമുണ്ട് സംഭവം. കാരണം ഓരോ ഏരിയയിൽ ഓരോ വർക്ക് കണ്ടില്ല. ഇവിടെ വേറെ വർക്ക്, നമ്മൾ നേരത്തെ കണ്ടെടുത്ത് വേറൊരു സംഭവത്തിൽ അതിൻ്റെ വർക്ക് വച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ വർക്കാട്ടോ എൻ്റെ സംഭവം. എന്താ പറയുക, അല്ല ഇവിടെ വേറെ രീതിയിൽ എൻ്റെ ആർക്കിടെക്ചർ കിടക്കുന്നത്. നമുക്ക് ആദ്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം തോന്നും. എന്താ വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഭയങ്കര അത് പണിത് എങ്ങനെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും പെട്ടെന്ന്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇത് നമ്മുടെ ഭയങ്കര ഫേമസ് ആട്ടോ. നമ്മുടെ മണിച്ചിത്രത്താഴിനകത്ത് ആ ഡാൻസ് ഇല്ലേ, തോം തോം തോം, ആ ഒരു സംഭവം നാഗവലിയുടെ, അതിവിടെ ആട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ആണിത്. അവിടെ ഉണ്ടോ അതിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോവാം. അയ്യോ, ഒന്നും പറയണ്ട, ഭയങ്കര സംഭവം തന്നെ. ഭയങ്കര അത്ഭുതമുണ്ട് ഈ സംഭവം. അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. എന്താ അറിയില്ല, ഇവിടെ പറയാത്ത ഭയങ്കര ഒരു ഫീലാട്ടോ, ഭയങ്കര ഒരു ഫീലിംഗ് നമുക്ക്. അപ്പോൾ നമ്മളതിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മളതിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ എത്തി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്കിവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം പോയി കാണാം. ഇതാ ഭാഗത്താണ് മ്യൂസിയമൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഭയങ്കര സമാധാനപരമായ അന്തരീക്ഷമാണ് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ വൈകിയായിരുന്നു. സമയം ഏകദേശം ഒരു 5:15 ആയി. 5:30 ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ആണല്ലേ ഇവിടെ ഓരോ ഇതിലുള്ള സ്കൾപ്ചർ, ഓരോ കാര്യങ്ങൾ എന്താണ് സൂക്ഷിച്ചാറുണ്ട്. എന്താ പറയുക, ഭയങ്കര സംഭവം കേട്ടോ. അതൊക്കെ പണ്ട് പോലുള്ള സാധനങ്ങളാണ്. അതിൻ്റെ വർക്കൊക്കെ ഉണ്ടല്ലേ, നല്ല രീതിയിൽ ആ ഒരു കല്ലുമ്മയുള്ള വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇനി അടുത്തൊരു ഏരിയ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഒരു പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ, ഇവിടെ ഓരോ ഹിസ്റ്ററിക്കലായിട്ടുള്ള സംഭവങ്ങളുടെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടില്ലേ, പണ്ടേ മേലുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ. എന്താ സംഭവം, എന്താ ഒരു സംഭവം, എനിക്ക് പേര് എത്ര കാണിച്ചിട്ട് അത്ര പിടുത്തം കിട്ടുന്നില്ല. ഇതായിട്ട് ഈ പത്മനാഭൻ പാലസ് നമ്മുടെ ഈ കേരളത്തിലെ ഹിസ്റ്ററി ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാട്ടോ ഇവിടുത്തെ ഓരോ ചിത്രങ്ങൾ വച്ചിരിക്കുന്നത്. അങ്ങനത്തെ കാഴ്ചകളാണ് ഇത് കൂടുതലുള്ളത്. കണ്ടില്ലേ, എന്നാലും നല്ല ഇതിലത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഹൈലൈറ്റ്. നമുക്കിനി വേറെ ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ പോവാം. നമ്മളങ്ങനെ അടുത്തൊരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയുണ്ട്. ഇവിടെ കണ്ടില്ല, ഇവിടെ തേക്കിൻ്റെ ഇതിൽ രൂപങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ രൂപങ്ങളാട്ടോ അതൊക്കെ, പണ്ട് കല്ലിൽ കൊത്തിയ രൂപങ്ങൾ. ഇതൊക്കെ പണ്ട് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കിടിലം വർക്കാണ് അതിൻ്റെ. നല്ലൊരു ചുമർ ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ അടുത്ത ഒരു ഏരിയ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പോവാം. അല്ല ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ മൊത്തം ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടല്ലോ ഇവിടുത്തെ ഓരോ വെപ്പൺസൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് വെപ്പൺസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്താ വാള് പൊരിച്ച ഡച്ച് കണ്ണ് അങ്ങനത്തെ കണ്ടില്ലേ. ഇതാണ് അവിടെ വേലുത്തമ്പി ദളവയുടെയൊക്കെ വാളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വേറെ പുള്ളിക്കാരുടെ വാൾ വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡച്ച് കണ്ണൊക്കെ വെച്ചിട്ടില്ലേ, ആ ഒരു ഏരിയ ആണത്. ഇവിടെ ഒരു ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് ഈട്ടിയിലാണ് പണിതിരിക്കുന്നത്. നമ്മളതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററിക്കലായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമുക്കങ്ങനെ മുന്നോട്ടേക്ക് നടക്കാം.
അങ്ങനെ ആ ചിത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇതിൻ്റെ നേരെ വെളിയിലേക്ക് വന്നു. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മളതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. സമയത്ത് ക്ലോസ് ചെയ്യാറായി, ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ പത്മനാഭപുരം പാലസിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദാൻ ബൈ.